ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കബനി. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ട സമയത്ത് എല്ലാവരും അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യും, എന്നെ നല്ല രീതിയിൽ എനിക്ക് വേണ്ട അഡ്വൈസ് തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ സ്വീകരിച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ആക്ടിങ്ങിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. അത് ഒത്തിരി ഞാനത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ വലിയ മുട്ടൻ പണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറയുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സൊസൈറ്റിയെ എപ്പോഴും ഒബ്സർവ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. സൊസൈറ്റിയെ ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കഥാപാത്രം എന്ന് പറയുന്നത് എപ്പോഴും അത് എന്താണ്, സൊസൈറ്റിയിലെ ഓരോ വ്യക്തികളെയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അത് നമ്മളിപ്പോൾ ആരും ആയിരിക്കില്ല, പക്ഷെ നമുക്ക് ഡോക്ടറായിട്ട് അഭിനയിക്കാം, എഞ്ചിനീയർ ആയിട്ട് അഭിനയിക്കാം, പൈലറ്റായിട്ട് അഭിനയിക്കാം, ഇവൻ ഒരു കുഷ്ഠരോഗിയായിട്ട് അഭിനയിക്കാം, അല്ലെങ്കിൽ തെങ്ങുകയറ്റക്കാരനായിട്ട് അഭിനയിക്കാം, ടീച്ചറായിട്ട് അഭിനയിക്കാം. അങ്ങനെ പലരും നമ്മളല്ലാത്ത വ്യക്തികളെ നമ്മൾ അഭിനയിക്കുക, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ പരകായ പ്രവേശത്തിലൂടെ നമ്മളൊരു ജീവൻ നൽകുക എന്നുള്ളതാണ് നമ്മൾ അഭിനയത്തിലൂടെ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ അതായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ, അല്ലേ? നമ്മളൊരു ഡോക്ടർ ആയിരുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ നമ്മൾ അവതരിപ്പിക്കുക, അവരെങ്ങനെയായിരിക്കും അതുപോലെ നമ്മൾ ബിഹേവ് ചെയ്യുന്നു. അതാണ് ആക്ടിങ് എന്ന് പറയുന്നത്. അതില് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളൊരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ആ കഥാപാത്രത്തോട് നമുക്ക് നീതി പുലർത്താൻ സാധിക്കണമെങ്കിൽ ആ കഥാപാത്രം എന്താണ്, അല്ലെങ്കിൽ ആ കഥാപാത്രം ചിന്തിക്കുന്നത് എന്താണ്, ആ കഥാപാത്രം ചെയ്യുന്ന കാര്യങ്ങൾ, ഡേ ടു ഡേ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബോധേഡ് ആയിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ അത് ഫുൾഫിൽ ആയിരിക്കില്ല ഒരിക്കലും ആ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയെ തന്നെയാണ്. നമ്മൾക്ക് ചിലപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അല്ലെങ്കിൽ ഒരു ഡ്രാമ സ്കൂൾ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അല്ലെങ്കിൽ ഒരു കാലടി, അല്ലെങ്കിൽ NST പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അഭിനയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഡയറക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചോ നാടകത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കിട്ടിയേക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ ഒത്തിരി പിന്നെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സൊസൈറ്റിയെ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ സോഷ്യലൈസ്ഡ് ആവും, ആളുകളായിട്ട് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ നടക്കും. പിന്നെ നമ്മൾ ഒന്നുകിൽ അവരുടെ ഒരു പ്രയാസത്തെ നമ്മൾ നമ്മുടെ പ്രയാസമാക്കി മാറ്റാനും അതിനെ സോൾവ് ചെയ്യാനും, പിന്നെ അത്തരം സിറ്റുവേഷൻസ് നമ്മൾ അറിയാത്ത വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരുടെ ചില പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയും, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് ജസ്റ്റ് ഒരു ഐ കോണ്ടാക്ട് തന്നെ ഉണ്ടാവുകയാണെങ്കിൽ പോലും അതിനൊക്കെ നമ്മുടെ ഒരു പിന്നെ അബോധ മനസ്സ് അതിനെ സ്വീകരിക്കുകയും അവിടെ അത് ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്, അവിടെ അത് സേവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് പിന്നീട് അത് റീകോൾ ചെയ്ത് നമ്മൾ അഭിനയിക്കുന്ന സമയത്തൊക്കെ അതറിയാതെ തന്നെ നമ്മളിലേക്ക് വരികയും, നമ്മൾ പോലും അറിയാതെ ഒരു ആക്ഷൻ പറയുന്ന സമയത്ത് നമ്മളൊരു ക്യാരക്ടർ, ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് ഒരു ടീച്ചർ ആയിക്കോട്ടെ, നമ്മൾ അറിയാതെ നമ്മളൊരു ടീച്ചറിനെ ഏതെങ്കിലും സമയത്ത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവരായിട്ട് നമ്മൾ അഭിനയിക്കുന്ന സമയത്ത്, ഒരു ടീച്ചറായിട്ട് അഭിനയിക്കുന്ന സമയത്ത് അറിയാതെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടീച്ചറിന്റെ മാനറിസങ്ങൾ നമ്മളിലേക്ക് അറിയാതെ വരും. ചിലര്, ഞാനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഓക്കെ എന്നൊക്കെ അറിയാതെ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും. അതൊക്കെ ഞാൻ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ടീച്ചറിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആളുടെ ചില മെക്കാനിസം, ചില മാനറിസങ്ങളായിരിക്കും എന്നിലൂടെ പുറത്തു വരുന്നത്. ഓക്കെ, അത്തരത്തിൽ ഞാൻ ഒരു സ്റ്റോറി പറയാം. പിന്നെ ഇത് ഒരു നടന്ന സ്റ്റോറിയാണ്. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു എന്നതാണ് എൻ്റെ ഒരു കാര്യം കേട്ടോ. കാരണം ഞാൻ ആ സമയത്ത് വളരെ അതിനെ വളരെ ഇമോഷണലി എടുക്കുകയും എനിക്ക് വളരെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. ഒരിക്കൽ ഞാനൊരു സിനിമയ്ക്ക് പോയി. അപ്പം സിനിമയ്ക്ക് പോയ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് ബീച്ച് പോയിരിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം നമ്മളെ തന്നെ പിന്നെ ഹാപ്പിയാക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യല്ലോ. ആ കൂട്ടത്തിൽ ഒരു കാര്യം ആയിരുന്നു അത്. അങ്ങനെ ഞാൻ ഒരിക്കൽ സിനിമയ്ക്ക് പോയ സമയത്ത് കൈരളി ശ്രീയിലാണ് പോയത്.
അപ്പം നമ്മൾ വരിക്ക് നിൽക്കുന്നുണ്ട്, സ്ത്രീകളുടെ വരിക്കാണ്. അപ്പം അതിന് എൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പർദ്ദ ഇട്ടിട്ട് ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്, ഒരു നിൽക്കുന്നുണ്ട്. അപ്പം ആ ചേച്ചി ആളുകളൊക്കെ അവരൊരു രസക്കാഴ്ച പോലെയാണ് എടുക്കുന്നത്. കുറച്ചൊരു തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളെ പോലെയാണ് അവരെല്ലാം എടുക്കുന്നത്. ബേസിക്കലി അവര് നല്ലൊരു സ്ത്രീയാണ്, അവർക്ക് എല്ലാത്തിനെ കുറിച്ചും നല്ല ബോധവും ഒക്കെയുള്ള ഒരു ഒരു വ്യക്തിയാണ് അവര്. അവരെന്തുകൊണ്ട് അങ്ങനെയായി എന്ന് വെച്ചാൽ അവര് കാശുണ്ടാക്കുന്നത് മറ്റുള്ളവരുടെ അടുത്ത് കൈ നീട്ടിയിട്ടാണ് അവർ കാശുണ്ടാക്കുന്നത് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുള്ളത്. അപ്പം അത് അവരുടെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളത് നമ്മൾ പിന്നീടാണ് അത് അറിയുന്നത്. പിന്നെ അപ്പം ഒരു മോൻ വന്നിട്ട് എന്നോട് ചോദിച്ചു പിന്നെ ഇത് ടിക്കറ്റ് എടുത്തു തരാമോ ചോദിച്ചു. അപ്പൊ അവര് പറയാണ്, അയ്യോ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ചോദിച്ചു അതെന്തേ? അപ്പൊ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് പാടുപെട്ടുണ്ടായിരുന്നു. ഞാൻ ടിക്കറ്റ് എടുത്തപ്പോ എൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഈ ആണുങ്ങളൊക്കെ വന്നിരുന്നത്. പിന്നെ സിനിമ കഴിയുന്നത് വരെ അവരെനിക്കൊരു പൊല്ലാപ്പായിരുന്നു. ഞാൻ എണീറ്റ് ഒന്ന് പറഞ്ഞു, പിന്നെ ഒന്ന് മാറിക്കടോ, ഇത് എന്തൊരു കഷ്ടം അത് എന്ന് പറഞ്ഞാൽ അവര് ഉപയോഗിച്ച വേർഡ്സ് ഒക്കെ വേറെയാണ്. അപ്പം ആ സമയത്ത് ഇവര് ഭ്രാന്തിയാണെന്ന് പറഞ്ഞിട്ട് തിയേറ്ററിലെ അവിടെ വാദിക്കാൻ നിന്നിരുന്ന ചേട്ടൻ ഈ ചേച്ചീനെ പിടിച്ചിട്ട് പുറത്താക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഭയങ്കര രസകരമായിട്ട് പറയുന്നുണ്ടെങ്കിലും എനിക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരാൾക്ക് ആരുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സൊസൈറ്റി സ്വീകരിക്കുന്ന ഒരു ഇതാണ്. അല്ലെങ്കിൽ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അപ്പൊ അവിടെ പോലീസ് വരികയും അതിന് ക്ലാരിറ്റി കൊടുക്കുകയും മറ്റേ കക്ഷികളെ ഇവരെ ശല്യം ചെയ്തിട്ടുള്ള ആണുങ്ങളെ പിടിച്ച് പുറത്താക്കുകയും ചെയ്യല്ലോ. പക്ഷെ അവിടെ ഒരിക്കലും അതുണ്ടായിട്ടില്ല. അപ്പം എനിക്കവരെ ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി കേട്ടോ. എന്തോ ഒരു ഇത് ഇവരിൽ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ അപ്പൊ ഒരു സമയം ഒരു അരമണിക്കൂറും കൂടി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ആ ചേച്ചിയുടെ പേരെന്താ? അപ്പം പറഞ്ഞു റസിയ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഓക്കെ, സിനിമ തുടങ്ങാൻ കുറച്ചുകൂടെ കഴിയും, ഞാനൊരു ചായ കുടിക്കാൻ പോകുന്നുണ്ട്, ചേച്ചിയുടെ വരുന്നോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതിനെന്താ വരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിരുന്നു. ചായ കുടിക്കുമ്പോൾ അവരൊരു ലൈമും ഒരു പപ്സുമാണ് ഓർഡർ ചെയ്തത്. ഞാനൊരു കട്ടൻ ചായയും ഒരു പപ്സ് ഞാനും കഴിക്കാൻ ഓർഡർ ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ അവരെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ അവരുടെ കയ്യിൽ കുറേ വരകൾ കണ്ടു, ബ്ലേഡ് കൊണ്ടൊക്കെ വരഞ്ഞതുപോലെ. അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യോ ഇത് ഇങ്ങനെ വരകള്, ഇതെന്താ ഇത്രയും വരകള്? ഇത് ആരെങ്കിലും ഉപദ്രവിച്ചാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൂയിസൈഡ് ടെൻഡൻസി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതെന്താ ഇത് ചോദിച്ചു. അപ്പൊ അവരൊന്ന് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു ജസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ലയോ വേണ്ട, പറയാൻ പറ്റില്ലേ, വേണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ചേച്ചി ഞാൻ കൊടുക്കാം പൈസ അറിഞ്ഞു. അപ്പൊ പറഞ്ഞു, അയ്യോ വേണ്ട, ഞാൻ കൊടുത്തോളാം അറിഞ്ഞു. അപ്പൊ അവരുടെ കുറേ ചില്ലറ പൈസകൾ ഉണ്ടായിരുന്നു അതിന്ന്. അപ്പൊ ഈ ചില്ലറ പൈസകൾ എടുക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇവര് ശരിക്കും ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ കാശിന് ആവശ്യപ്പെട്ട് ജീവിക്കുകയാണ് എന്നുള്ളത്. കാരണം അത്രയും ചില്ലറ പൈസ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, ഈ തവണ ഞാൻ കൊടുത്തോളാം, അടുത്ത തവണ സിനിമ കാണാൻ വരുമ്പോ ചേച്ചി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്നായിക്കോട്ടെ മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുത്തു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയിക്കോളൂ, ഞാനൊരു കുപ്പി വെള്ളവും കൂടെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ ഇവരെ കാണാനില്ല. അപ്പം പിന്നെ അവിടെയൊക്കെ നോക്കിയപ്പം വരില്ല. പിന്നെ നോക്കുമ്പോൾ തിയേറ്ററിന്റെ ഒരു ചെറിയൊരു നിലത്തൊരു മൂലക്കുള്ളൊരു ഇവിടെ അവിടെ നിലത്തിരിക്കുന്നു. അവൻ എന്നോട് ചെന്ന് ചോദിച്ചത്, എന്താണ് ഇവിടെ ഇരിക്കുന്നത് ചേച്ചി എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എവിടെ ഇരുന്നാലെന്താ, നമ്മള് ഇവിടെ ഇരിക്കുന്നതിൻ്റെതായ ഒരു സുഖമുണ്ട് എന്ന് പറഞ്ഞു. നമ്മളൊക്കെ എവിടെ ഇരുന്നാലെന്താ എന്നുള്ളൊരു അങ്ങനെ ഒരു ടോക്കാണ് അവരുടെ അടുത്തുനിന്നുണ്ടായത്. അപ്പൊ ഞാനും ജസ്റ്റ് അവിടെ ഒരു പടി ഉണ്ടായിരുന്നു, അവിടെ ഞാനിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ്
ചേച്ചി എന്താ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ, കാരണം ഇവരിൽ എന്തോ ഒരു കഥ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഇതറിയാനായിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരെ ഒരിക്കലും ഉപയോഗപ്പെടുത്തുകയോ ഒന്നും ചെയ്തതല്ല. പക്ഷെ എനിക്ക് പിന്നെ ഇവരുടെ ഉള്ളിലുള്ള എന്തോ ഒരു പെയിൻ ഉണ്ട്, അത് എന്നോടൊന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു എന്നുള്ളൊരു സംഭവം എനിക്കുണ്ട്. സിനിമ തുടങ്ങാൻ ഇനിയും ടൈമുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു പിന്നെ ഈ കൈയിന്റെ കാര്യം ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എന്തായിരിക്കും എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി ചേച്ചിയുടെ കുഞ്ഞ് കുട്ടികൾ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ ചോദിച്ചു. ഇങ്ങനെ കുട്ടികളുണ്ടോ, ഹസ്ബൻഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഉണ്ട്, പിന്നെ എനിക്ക് 3 മക്കളുണ്ടെന്ന് പറഞ്ഞു. 3 മക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആരൊക്കെയാണ് എന്ന് വെച്ചു. അപ്പൊ ഇങ്ങനെ 2 ആളുടെ പേര് പറഞ്ഞു, പിന്നൊരു കുഞ്ഞിന്റെ പേര് പറഞ്ഞു, വേറൊരു കുഞ്ഞിന്റെ പേര് കൂടെ പറഞ്ഞു. അപ്പൊ അവളുടെ പേര് മുന്ന എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 പേര്, അപ്പൊ ഞാൻ ചോദിച്ചു എവിടെയാ കുട്ടികളൊക്കെ എവിടെയാ? അപ്പൊ പറഞ്ഞു അവരൊക്കെ പിന്നെ ജുവനൈൽ ഹോമിലാണ്, ഞാൻ 2 പേരെ അവരെ ജുവനൈൽ ഹോമിലാക്കിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു 2 പേര്, അപ്പൊ 3-മത്തെ ആളോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അവളെന്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അയ്യോ, അപ്പൊ എനിക്ക് ടെൻഷനായി. ഇനിയിപ്പോ പടച്ചോനെ അങ്ങനെ ഉണ്ടാവല്ലോ, നമ്മുടെ കുഞ്ഞിന് എന്തേലും പറ്റിപ്പോയതാണോ എന്ന് നമ്മളായിട്ട് അത് ഓർമ്മിപ്പിച്ച അമ്മയ്ക്ക് സങ്കടം വരുത്തണ്ടല്ലോ വെച്ചിട്ട് ഞാനൊന്ന് സൈലന്റ് ആയി. പെട്ടു എന്നുള്ള രീതി ഞാനൊന്ന് സൈലന്റ് ആയി. അപ്പൊ പറഞ്ഞു അല്ല, പിന്നെ അതൊക്കെ ഒരു കഥയല്ലേ, പിന്നെ എന്ന് പറഞ്ഞു. അവനോട് മോള് ചോദിച്ചില്ലേ എൻ്റെ കയ്യിൽ എന്താ ഇതിങ്ങനെ വരഞ്ഞിരിക്കണേ എന്ന് ചോദിച്ചില്ലേ? ഈ വരഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെ ചെയ്തതാന്ന് പറഞ്ഞു. എന്നെ ആരും ഉപദ്രവിച്ചല്ല, ഞാൻ തന്നെ ചെയ്തതാ. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. അയ്യോ എന്താ ചേച്ചി, എന്തേ പ്രശ്നമുണ്ടോ ചേച്ചിക്ക്, പിന്നെ സൂയിസൈഡ് ചെയ്യാൻ മാത്രമുള്ള എന്ത് ഇഷ്യൂ ഉള്ളത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു അപ്പോഴാണ് അവരിങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അവരിങ്ങനെ ഒരു കുടുംബത്തില് അച്ഛനും അമ്മയും ഇല്ലാത്തൊരു അമ്മ ഉണ്ടായിരുന്നു, അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാരെല്ലാരും കൂടിയിട്ടാണ് അവരെ കല്യാണം കഴിപ്പിച്ചത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് 2 മക്കളായപ്പോഴാണ് മനസ്സിലാവുന്നത് ഭയങ്കര ദുരിതമായിരുന്നു വിവാഹ ജീവിതം. എപ്പോഴും അടിയും കുത്തും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങേരൊരു ഒരുപാട് കല്യാണമൊക്കെ കഴിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരു ദിവസം പിന്നെ അവരോട് പുറപ്പെടാൻ പറഞ്ഞു. ചെറിയ കുട്ടിക്ക് അന്ന് 1.5 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. മോളെ എടുത്തിട്ട് ഒരുങ്ങാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പൊ മിക്ക ദിവസങ്ങളിലും ഭക്ഷണവും ഇല്ല, മറ്റുള്ള വീടുകളിലൊക്കെ പോയിട്ട് ജോലി ഇതൊക്കെ ചെയ്തിട്ട് വീട്ടുജോലിയൊക്കെ ചെയ്തിട്ടാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്. പിന്നെ ഈ 2 മക്കളുണ്ട്. 2 മക്കളെ കാര്യമൊക്കെ വളരെ അബദ്ധമായിരുന്നു എന്നാ പറയുന്നത്. ഫുഡൊന്നും കഴിക്കാണ്ടായിരുന്നില്ല. ഭയങ്കര ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇവരുടെ. ഒരുപാട് ഞാൻ പറയുന്നില്ല എന്ന്. അപ്പം ഇവര് എന്ത് ചെയ്തു വെച്ചാല് പുറപ്പെടാൻ പറഞ്ഞപ്പോൾ ആളിനെ ഭയങ്കര പേടിയാണ് ഹസ്ബൻഡിനെ. അപ്പം അങ്ങനെ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡുമാര് അങ്ങനെ എന്ത് പറയണോ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ അവർക്ക്. അങ്ങനെ ഇവര് പുറപ്പെട്ടു. അങ്ങനെ ഈ 2 മക്കളെ അടുത്ത വീട്ടിലാക്കി. അവര് വരണ്ടാ പറഞ്ഞു. എന്നിട്ട് ഇവരെ അടുത്തുള്ള വീടുകളിലാക്കിയിട്ടാണ് ഇവര് കുറച്ച് ഒരു കുഞ്ഞിനുള്ള ഒരു ചെറിയ കുറച്ച് പാൽ, ഒരു ബിസ്ക്കറ്റ് എന്തോന്ന് എടുത്തു വെച്ചു. പിന്നെ എങ്ങോട്ടാ പോണത് എന്നൊന്നും ചോദിക്കാനുള്ള ഒരു വോയിസ് ആ ചേച്ചിക്ക് ഉണ്ടായില്ല. ഓക്കെ, അങ്ങനെ ഇവർ പുറപ്പെടുകയും ഒരു ട്രെയിന് കയറി, ഇദ്ദേഹം കയറി. എന്നിട്ട് ട്രെയിനിൽ കുറേ നേരം അവര് പോന്നു. പക്ഷെ ഇത് എവിടെ എത്തി, എങ്ങോട്ടാ പോണതെന്നൊന്നും തലേന്ന് രാത്രി നന്നായിട്ട് ഇവരെ ടോർച്ചർ ചെയ്തിട്ട് ഒരു അടിക്കൊക്കെ ചെയ്തിട്ട് ആകെ വീക്കാണ് ബോഡിയൊക്കെ. എങ്കിലും എന്നിട്ട് ഒരു അറിയാത്ത ഏതോ ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തുകയും അവിടെ ഇറങ്ങാനായിട്ട് പറയുകയും ചെയ്യാണ്. അപ്പം അപ്പോഴത്തേക്കും ഇരുട്ടായിട്ടുണ്ട്. അങ്ങനെ ഇവര് അവിടെ ഇറങ്ങി. പിന്നെ ഒരു ബെഞ്ചിലിരുന്നു, മോളും ഉണ്ട്, പിന്നെ ഇവര് ബാഗും ഉണ്ട്. അവിടെ ബെഞ്ചിലിരുന്നിട്ട് അവിടെ ഇരിക്കൂന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് പോയി. ഞാനിപ്പോ വരാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വിചാരിച്ചു ഇപ്പൊ വരും, വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ബെഞ്ചിലിരുന്നു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവരെ കാണാനില്ല. അപ്പൊ കുറച്ചുകൂടെ സമയം കഴിഞ്ഞു, എന്നിട്ടും കാണാനില്ല. അപ്പം കുറെ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ സ്റ്റേഷനായിരുന്നു അത്. കുറെ കഴിഞ്ഞപ്പം കൂടെ നിന്ന ആളുകളൊന്നും കാണാനില്ല. കുറെ പേര് പോയി വന്നു. പിന്നെ അപ്പൊ ഇവർക്ക് ടെൻഷൻ കൂടി വന്നു, ഇത് എന്താണെന്നല്ല. അപ്പൊ കുഞ്ഞിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അവരപ്പുറത്ത് പോയി പിന്നെ ടിക്കറ്റ് എടുക്കുന്നിടത്ത് പോയി നോക്കി. ഒരു ആളെ താടി വെച്ചിട്ടുള്ള വലിയൊരാളെ കണ്ടോ, ഹസ്ബൻഡ് ആയിരുന്നു, കാണുന്നില്ല എന്നൊക്കെ അവര് പറയുന്നുണ്ട്.
അപ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷനായി. കാരണം അറിയാത്ത സ്ഥലം, കയ്യിലൊരു 5 പൈസ ഇല്ല, കുഞ്ഞ് നിലവിളിക്കുന്നുണ്ട്, അവർക്കും വിശക്കുന്നുണ്ട്, രാവിലെ മുതൽ ഇറങ്ങിയതാണ്. പിന്നെ അപ്പം ഇവർ ഭയങ്കരമായിട്ട് സങ്കടവും. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇയാൾ ഇനി ഒരിക്കലും വരില്ല, തന്നെ കളയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണെന്ന് ഈ അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഇവര് കരഞ്ഞ് തളർന്നിട്ട് ആ ബെഞ്ചിൽ പോയിരിക്കുക. ആ ബെഞ്ചിൽ പോയിരുന്നപ്പം കുറച്ച് ഇപ്പുറത്തായിട്ട് കുറേ നാടോടികളെ പോലെയുള്ള കുറച്ച് അറിയില്ല, മീൻസ് അവര് തറയിലായിരുന്നു ഇരുന്നത്. കുറച്ച് അറിയാത്ത കുറെ ആളുകൾ, അതാണ് ഞാൻ നാടോടികൾ എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അവർ അറിയാത്ത കുറേ ആളുകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ അടുത്ത് കുറേ നായ്ക്കളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു അമ്മ വന്നിട്ട് പെട്ടെന്ന് ഇവരോട് പറഞ്ഞു, എന്തിനാ കരയുന്നത്, വെള്ളം വേണോ എന്ന് ചോദിച്ചിട്ട് ഇവരുടെ അടുത്ത് പോയിട്ട് കുറച്ച് വെള്ളം കൊടുത്തു. അപ്പം ഇവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിങ്ങി വിങ്ങി കരയുണ്ടായിരുന്നു. അപ്പം ഇവര് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചപ്പം ഭയങ്കരമായിട്ട് ക്ഷീണം വന്നു. അപ്പം മുന്നേനെ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ച് ഞാൻ ആ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെണീറ്റു. എണീറ്റ സമയത്ത് അവിടെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവർ കയ്യിലേക്കാ നോക്കിയത്. അപ്പം അവിടെ മോളെ കാണില്ല, മുന്നേനെ കാണില്ല. അപ്പൊ ചോദിച്ചു നിലത്തെങ്ങാനും ഇരിക്കുന്നുണ്ടാവോ എന്നൊക്കെ നോക്കി. അവിടെ നോക്കി, അപ്പുറത്ത് അവരുടെ അവർക്ക് വെള്ളം കൊടുത്ത സ്ത്രീകളെയോ ആ ഫാമിലിനെയോ ഒന്നും അവിടെ കാണാനില്ല. ദൂരെ ഏതോ ഒരു ട്രെയിന് പോണ ഒരു ഒച്ച മാത്രമേ കേൾക്കാനുള്ളൂ. അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് നെർവസായി. വെച്ചാ മുല കുടിക്കുന്ന കുഞ്ഞല്ലേ, അവളെ മുല കൊടുത്തും കൊണ്ട് ഉറക്കിയിട്ടാണ് അവര് ഉറങ്ങിപ്പോയത്. അങ്ങനെ എവിടെ നോക്കിയിട്ടും കാണാനില്ല. അപ്പോൾ കുറെ ഇങ്ങനെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരൊക്കെ അതിലിങ്ങനെ ചെറുങ്ങനെ പോകണ്ടായപ്പോ ചോദിച്ചു, അയ്യോ എൻ്റെ കുട്ടീനെ കാണില്ല, നിങ്ങൾ പിന്നെ കണ്ടായിരുന്നോ, ആരെയും കണ്ടായിരുന്നോ, ഞാൻ ഇവിടെ ഉറങ്ങുമായിരുന്നു, എൻ്റെ കയ്യിലായിരുന്നു മോളുണ്ടായിരുന്നത്, എനിക്ക് കാണുന്നില്ല, കുറെ നേരം ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അങ്ങേര് വരും എന്ന് പറഞ്ഞിട്ട് വന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, പിന്നെ ഇവർക്ക് പിന്നെ നിങ്ങൾ ഇവിടെ ഒരു പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് നായ്ക്കളെയൊക്കെ നോക്കുന്നുണ്ട്, നിലത്ത് നായ്ക്കളെങ്ങാനും ഇനി എടുത്തു കൊണ്ടുപോയോ ഒന്നും അറിയില്ലല്ലോ. പക്ഷെ അവര് സുഖമായിട്ട് അവിടെ നായ്ക്കൾ അവിടെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, പരാതി എന്താ കൊടുക്കണ്ടേ? അപ്പൊ പറഞ്ഞു, എൻ്റെ മോളുടെ പേര് എനിക്കറിയുള്ളൂ, ഫോട്ടോ ഇല്ല, ഒന്നുമില്ല. അപ്പൊ പറഞ്ഞു, എന്ത് ചെയ്യാൻ, നിങ്ങളൊരു പരാതി എഴുതി കൊടുക്കൂ റിട്ടേൺ ആയിട്ട്. ഇപ്പൊ ഒരു ട്രെയിന് പോയിട്ടേ ഉള്ളൂ, ചിലപ്പോ ഒരു പക്ഷേ ആരെങ്കിലും കുഞ്ഞിനെ എടുത്തതാണെങ്കിൽ അതിൽ കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയണ്ട്. ആ ട്രെയിനിന്റെ പുറകെ കുറേ ആ റെയിൽവേ ട്രാക്കിലൂടെ അവര് കുറേ ഓടി എന്നാ അവർ പറയണേ. എനിക്ക് ഒരിക്കലും ഇനി എൻ്റെ മോളെ മുന്നാന്ന് വിളിച്ചുകൊണ്ട് അവർ കുറേ ഓടി. അവരൊരിക്കലും ആ കുഞ്ഞിനെ ഇനി കിട്ടുമോ ഒന്നും അറിയില്ല അവർക്ക്. എന്തായിരുന്നോ അവര് ഇപ്പൊ അവരത് പറയുന്ന സമയത്ത് ആ കുഞ്ഞിന് എത്ര വയസ്സുണ്ടെന്നോ അല്ലെങ്കിൽ എത്രയായിട്ടുണ്ടാവും, ഇനിയിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അവർക്കറിയില്ല. അതിനുശേഷം അവര് തിരിച്ചുപോയി മറ്റു 2 പിന്നെ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി കുഞ്ഞുങ്ങളെ എടുക്കുകയും പിന്നീടാണ് അവര് ഈ 2 കുഞ്ഞുങ്ങളെ പിന്നെ വേറെ സ്ഥലത്ത് ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് കാശ് വാങ്ങിക്കുന്നത്. ഓക്കെ, എല്ലായിടത്തും പോയിട്ട് കാശ് വാങ്ങിക്കുന്നതൊക്കെ. അപ്പൊ അവര് പറയുന്നത്, ഞാൻ തെരുവിലൊക്കെ ഞാൻ അലയുന്നുണ്ട്, എല്ലായിടത്തിലും ഞാൻ അലയുന്നുണ്ട്, പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടും, എന്നെങ്കിലും അവള് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ എല്ലാവരുടെ മുമ്പിലും പോയിട്ട് കൈ നീട്ടുന്നത്. എനിക്ക് ആകെ അന്ന് ഞാൻ എൻ്റെ മോൾക്ക് ഒരു മൂക്കുത്തി, അവരുടെ ഒരു ഇതാണ് അത്, ട്രഡീഷണൽ ആയിട്ട് ഒരു മൂക്കുത്തി എൻ്റെ മോൾക്ക് ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കത് മാത്രമേ ഓർമ്മയുള്ളൂ, ഇതൊരു നീലക്കല്ലുള്ള ഒരു മൂക്കുത്തി, അതാണ് ഒരു അടയാളം ഉണ്ടായത്. അപ്പം നമ്മളത് തിയേറ്ററിന്റെ അവിടെ ഇരുന്ന് പറയുന്ന സമയത്ത് അന്ന് ജിഷ വധക്കേസോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന്റെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ റോട്ടിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറയാണ്, ജീവിതത്തിൽ അവരുടെ കുട്ടീനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾക്ക് ഇങ്ങനെയുള്ള കേസുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലൈഫ്, ഓരോരുത്തരുടെയും ലൈഫ് അങ്ങനെയാണ്. അവരുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് അവരുടെ കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരാ ഉള്ളത്? ആരുമില്ല. ഞാൻ തന്നെ കേട്ടത് അവിടെ ഇരുന്നിട്ട് എനിക്കത് ചോദിക്കാൻ തോന്നിയത് കൊണ്ട് മാത്രമാണ് ആ സ്റ്റോറി ഞാൻ അറിയുന്നത്.
പക്ഷെ വേറെ ആരും ആണെങ്കിൽ അത് പറയാ, ഓ ഒരു പ്രാന്തിയുടെ ജൽപ്പനങ്ങൾ എന്നുള്ള രീതിയിൽ അവരെന്തൊക്കെയോ പൊട്ടത്തരം പറയാണെന്ന് ചിലപ്പോ പറയണം. പക്ഷെ അവരുടെ കയ്യിൽ വരഞ്ഞ വരകളുടെ എണ്ണവും അവരുടെ കണ്ണില് നിറഞ്ഞു വന്ന അവരുടെ കണ്ണീരും എല്ലാം അവരുടെ ആ കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഇടറിയ വാക്കുകളൊക്കെ ആ അമ്മ ഒരിക്കലും കള പറയില്ല എന്ന് എനിക്കറിയായിരുന്നു. അത് ഞാൻ പറഞ്ഞു വന്നത്, ആ സിനിമ കണ്ടു കഴിഞ്ഞു. ഞങ്ങള് തിയേറ്ററിലേക്ക് കയറിയപ്പോ ഞങ്ങളുടെ രണ്ടാളുടെയും സീറ്റുകൾ തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടാവുന്നു. ഇരുട്ടില് ഞാൻ അറിഞ്ഞില്ല എവിടെയാണെന്ന്. പക്ഷെ സിനിമ കഴിഞ്ഞിറങ്ങി പോരുമ്പോൾ ഞാൻ കുറെ അവരെ വെയിറ്റ് ചെയ്തു കാണാൻ, നമ്പർ കിട്ടാൻ ഒക്കെ വേണ്ടിയിട്ട്. നമ്പറിൽ എവിടെയെങ്കിലും ഒന്ന് നമുക്ക് അന്വേഷിക്കാനൊക്കെ. പക്ഷെ അവരെ കണ്ടില്ല. അവരെവിടെയോ വാനിഷായ പോലെ അവർ പോയി. എനിക്ക് പിന്നീട് അവരെ കുറിച്ച് യാതൊരു അറിവുമില്ല, ഇപ്പോഴും ഇല്ല. പക്ഷെ എപ്പോഴും ഉള്ളിൽ അതൊരു നീറ്റലായിട്ട് എപ്പോഴും ഉണ്ട്. ഒരു വേദനയായിട്ട് എപ്പോഴും ഉണ്ട്. ആ കുഞ്ഞിനെ എപ്പോഴെങ്കിലും അവർക്ക് കണ്ടു കിട്ടണേ. ഇന്ന് ആ കുഞ്ഞിന് ഒരുപാട് വയസ്സായി, 25-26 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോ. എങ്കിലും അവള് സുഖമായിട്ടിരിക്കണേന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. ആ അമ്മയ്ക്കും മക്കൾക്കൊക്കെ നല്ലത് വരുത്തണേന്ന്. ചിലപ്പോ ഒരു പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അത് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട്. വെൽ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇങ്ങനെ ഒരാളെ കാണണമെന്നില്ല, അല്ലെ? അവരുടെ ജീവിത സാഹചര്യങ്ങൾ വേറെയാണ്. അവര് നിൽക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ വേറെ സ്ഥലത്തായിരിക്കുമല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ നമ്മുടെ കൺമുന്നിൽ വന്ന് പെടാൻ സാധ്യതയില്ല. സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സാധ്യതയുണ്ട്, അല്ലേ? നമ്മള് ഇപ്പൊ SM സ്ട്രീറ്റ് പോകുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, റേഷൻ കടയിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ടൂർ പോകുന്നു, അങ്ങനെയൊക്കെ ചിലപ്പം ഉണ്ടാവാം. അങ്ങനെ ഡിപ്പെൻസ്, നമ്മുടെ ജീവിത സാഹചര്യവുമായിട്ട് ഡിപ്പെൻഡഡ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പം എവിടെയാണോ നമ്മളുള്ളത് അവിടെ നമ്മൾ കണ്ണു തുറന്ന് സൊസൈറ്റിയിലേക്ക് നോക്കുക എന്നുള്ളത്. എപ്പോഴും നമുക്ക് ദുരിതം അനുഭവിക്കുന്ന ആളുകളെ മാത്രം കാണാൻ സാധിക്കണമെന്നില്ല. ചിലപ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും നമ്മൾ കാണുന്നത്. എന്തായാലും എവിടെയായാലും നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളെ കൂടെ ചേർത്ത് പിടിക്കാനും അവരുടെ പെയിൻ അത് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സും അവരെ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ, ആ പെയിനിനെ നമ്മൾ സ്വീകരിച്ച് അത് പുറത്തേക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സും ഒരു ആർട്ടിസ്റ്റിന് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അത് നമ്മുടെ സൊസൈറ്റിയെ നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാകാൻ കഴിയും. നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മനസ്സും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നമുക്ക് വേണം. എല്ലാ മനുഷ്യരോടും സഹാനുഭൂതിയോടെ സംസാരിക്കാനും സ്നേഹിക്കാനും അവരെ ഒരു വിരലിനെ കൊണ്ടെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കാനും ഉള്ള ഒരു സന്മനസ്സും ഹൃദയവിശാലതയും ഒരു ആർട്ടിസ്റ്റിനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരു ക്യാരക്ടറായിട്ട് കൂടെ നമുക്ക് നമ്മളല്ലാത്ത മറ്റൊരാളായിട്ട് നമുക്ക് പരമായ പ്രവേശം ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത്. ഇനിയിപ്പോ ഞാൻ പരിചയപ്പെട്ട ആ റസിയാത്ത എന്ന് പറയുന്ന റസിയ ചേച്ചി, അവരെ നമുക്ക് അങ്ങനെ ഒരു സ്ത്രീയാണ് നമ്മുടെ മുമ്പിൽ ഒരു ക്യാരക്ടറായിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഒന്ന് അഭിനയിക്കാൻ പറ്റില്ലേ? കാരണം അവരുടെ ലൈഫ് സ്കെച്ച് ഞാൻ പറഞ്ഞതാണ്, അവരുടെ ബോഡി ലാംഗ്വേജും ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റിയേക്കും, എനിക്ക് ഉറപ്പാണ്. അവരനുഭവിച്ച പെയിൻ, അവര് സഞ്ചരിച്ച ജീവിതയാത്ര, അന്നത്തെ ഇൻസിഡൻസ്, എന്നോട് സംസാരിച്ച രീതികൾ, ഇതൊക്കെ നിങ്ങൾക്കൊരു വലിയൊരു മെമ്മറി ആയിട്ട് നിങ്ങളുടെ ഉള്ളിലില്ലേ, വലിയൊരു ഇമാജിനേഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവരെങ്ങനെയായിരിക്കും, അവരെനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഹസ്ബൻഡ് എങ്ങനെയായിരിക്കും, ഹസ്ബൻഡിനെ എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ കാര്യം ഇവിടെ വന്ന് പറയുകയല്ല.
അവരെനിക്ക് അറിയില്ല. എനിക്ക് ഞാൻ ഈ പറയുന്നത് കേട്ടാൽ പോലും ആർക്കൊക്കെ അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും ഞാൻ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവത്തെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. അതിനെങ്ങനെ ആക്ടിങ്ങുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ആക്ടിങ് സ്കിൽസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ എൻ്റെ ഈ പറച്ചിലൂടെ, കബനീസ് വോയിസിലൂടെ ഞാൻ പറയുന്നത്. എനിവേ, നിങ്ങളെല്ലാവരും നിങ്ങളെ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, നിങ്ങൾ അവരെക്കുറിച്ച് പഠിക്കുക, അവരെക്കുറിച്ച് അനലൈസ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയമെങ്കിലും അവരായിട്ട് ഒന്ന് ആവാൻ ശ്രമിക്കുക പല രീതിയിലും. എന്നിട്ട് ഒരു ലൈഫ് സ്കെച്ച്, അവരുടെ ഒരു ക്യാരക്ടർ സ്റ്റഡി എഴുതി വയ്ക്കുക. ക്യാരക്ടർ സ്റ്റഡി എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, എന്തായാലും ഇതൊരു നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമായി നിങ്ങളോട് സംസാരിക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടമാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.